ഹെഡ് ഹണ്ടിങ് വില്ലേജ് എന്ന് പറയുന്നത് 46. ലൈക്ക് ബൈ ആരോ ഓർ ഗൺ ഗൺ ഫുൾ ഗൺ. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അതായത് ആ ചങ്ങായി പോയിട്ട് ഹണ്ട് ചെയ്ത് പിടിച്ച മൃഗങ്ങളെ തല ഇങ്ങനെ ഇവിടെ കീപ്പ് ചെയ്യും. ഇവർ ഹണ്ട് ചെയ്ത് പിടിച്ചതിൻ്റെ റിമെയിൻസ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇവര് मेरे को थोड़ा फूड चाहिए और के Who make this? Welcome back to another video from Voka. നമ്മൾ ഇന്നൊരു വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വോക്കയിൽ. En Lungidan. Yes. With me is Reni Vlogs, Akir and Kambujan. Yes. So guys, Kambujan इसका cousin है. En Lungidan got full from Nreng Lungidan. Nreng Lungidan. Yes. There is one another name for En Lungidan. Short is En Lungidan. En Lungidan and Indre Lungidan. Yes. So guys, we are going Indre Lungidan. ഇന്നത്തെ നമ്മൾ പോകുന്ന വില്ലേജിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് അവിടെ എത്തിയിട്ട് ഞാൻ പറയണോ ഇല്ല ഇപ്പം തന്നെ പറയണോ? അതായത് പണ്ട്, അതായത് ഏകദേശം ഒരു 40-50 കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ വില്ലേജ് ആൾക്കാർ, അതായത് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഇങ്ങോട്ട് എത്താനായിട്ട് മുന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വില്ലേജുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിങ്ങാണ് ഫുൾ ടൈം. ആ സമയത്ത് തല വെട്ടിയിട്ട് കൊണ്ടുവരും, എന്നിട്ട് അതിങ്ങനെ കീപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെയുണ്ട്. വളരെ കൗതുകം നിറഞ്ഞാണ്. അതായത് മനുഷ്യൻ്റെ തല കേട്ടോ, മൃഗങ്ങളെ തലയല്ല, മനുഷ്യൻ്റെ തല വെട്ടിയിട്ട് അതായത് വില്ലേജിൻ്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണേ. ഈ വില്ലേജിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ പോണ വില്ലേജ് ഇൻഡ്രങ്കിദാൻ അക്കീറിൻ്റെ മദറിൻ്റെ വില്ലേജ്. അക്കീറേ യുവർ മദർ വില്ലേജ് അക്കീറേ. ഐ ആം കമ്മിങ് ദാറ്റ് സൈഡ്, യു ആർ കമ്മിങ് ദിസ് സൈഡ്. So your mother village also, right? Yes. Mother, she born there? Yes, she was born and raised from there. Okay. Hello sir. You look like handsome. Very handsome. I saw your car yesterday, but I didn't see you. Yeah. Okay. How are you? I'm good. Good, okay. I hope you're having fun. Yes. With this guy, right? Yeah. This is another group when He is Mr. Merebemo. Mere Bambo. I think one of the richest guy here. Yes. He is a lawyer by profession. Okay. If he kill someone, doesn't want to go jail, right? This one I'm proud. Let's go, guys. No more English today. I need to speak in my language, guys. അപ്പോൾ നമ്മൾ ഹെഡ് ഹണ്ടിങ് വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വോക്കയിലെ അക്കീറിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഈ ഹെഡ് ഹണ്ടിങ് വില്ലേജ് വരുന്നത്. അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് അപ്പർ സറോൺ എന്ന് പറയുന്ന വില്ലേജാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നൈസാണ് ഗൈസ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനമൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന വില്ലേജ് നാഗാലാൻഡിൻ്റെ. അതൊരു സ്പെഷ്യൽ ഒരു ഭയങ്കര രസമാണ് നാഗാലാൻഡിനെ കുറിച്ച്. ഇങ്ങനെ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, നമ്മൾ സിറ്റികൾ കണ്ട് മാത്രം ജീവിച്ചിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, ഗ്രാമങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഉണർവാണ് മനസ്സിന്. അതിങ്ങനെ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി എനിക്ക് പറ്റത്തില്ല ഗൈസ്. ഓൺ ദ വേ ഞങ്ങൾ എന്തോമോ എന്ന് പറയുന്ന ഒരു കോളനിയിൽ നിർത്തി. ഇവർ വില്ലേജ് എന്ന് വിളിക്കുന്നത് എന്തിനറിയോ? ഒരു ഡിസ്ട്രിക്റ്റ് പോലെ ഒരു വലിയ ടൗണില്ലേ, ഒരു ടൗണിനെ മൊത്തത്തിലാണ് ഇവർ വില്ലേജ് എന്ന് വിളിക്കുക. ഈ സ്ഥലത്തിനൊക്കെ ഇവർ കോളനി എന്നാണ് വിളിക്കുക. ദിസ് ഇസ് വില്ലേജ്. ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇത് വില്ലേജായി. സോ വേർ ഇസ് കോളനി ദെൻ? What colony? Inside this village, see, this is a village. Inside the village there will be Kel, like a colony. Like okay. So tell me the story now. That mountain? Yes. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്ന ആ ഒരു മൗണ്ടെയിൻ ഉണ്ട്. ഞാനത് ഫോണിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ആ മൗണ്ടെയിൻ്റെ അവിടെയായിട്ട് കുറച്ച് പാറകൾ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനിവർ എച്ചിലി എന്നാണ് വിളിക്കുക. അതായത് ഇവിടുത്തെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഗോസ്റ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് റൈറ്റ്, സ്പിരിച്വൽ സ്പിരിറ്റ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ആത്മാവ് അവിടെ പോയിട്ട് ഇരിക്കും എന്നാണ് ഇവർ പറയുന്നത്.
അതിന് ശേഷമാണ്, അതായത് ലോകാവസാനത്തിന് ശേഷമാണ് അവർ ഹെവനിലോട്ടൊക്കെ പോവുക. അതുവരെ അവർ അവിടെ പോയിരിക്കും. ഓൾ ലോത്ത കമ്മ്യൂണിറ്റി റൈറ്റ്. ഈ ലോത്ത കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ആ കാണുന്ന മൗണ്ടൈൻ്റെ മേലെയുള്ള പാറേൻ്റെ അവിടെ ആത്മാവ് അവിടെ ഉണ്ടാവും. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ഹെവനിലോട്ട് പോവുക. ആ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ അക്കീറിൻ്റെ വില്ലേജിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവണം ഇവിടെ താമസിക്കാനൊക്കെ. ഹലോ സാർ, കിനകാസേ പങ്കാതൻ. Hi. Enjoying Sunday. They are enjoying their Sunday. Hi sir. It's same name. Hey, Renvendent COTO. Not OTO, but Nguli. Unguli. No, Unguli is not your name. Nguli is my mother's title. Okay. So he is Renvendent Unguli. Nguli. Okay. And he belongs from this village. Okay. Yeah. So I am Pangadan OTO. Okay, good. Nice to see you. Thank you. So Pangadan OTO എന്നൊക്കെ കണ്ട് ഐ എം ഗോയിങ് ടു ദ ഡ്രൈവർ സൈഡ്. സോ ഈ വില്ലേജ് അടിപൊളിയാണ്. ഇന്ന് ഇവിടെ സൺഡേ ആണ്. സൺഡേ നാഗാലാൻഡിൽ നിങ്ങൾക്ക് ഒരു സാധനം പച്ചവെള്ളം പോലും കിട്ടില്ല. 99% ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഏരിയയാണ് നാഗാലാൻഡ്. അപ്പോൾ എല്ലാവരും ചർച്ചിൽ പോകുന്നതുകൊണ്ട് ഞായറാഴ്ച ഒരു സാധനം തുറക്കില്ല, കംപ്ലീറ്റ്ലി ഓഫ് ആയിരിക്കും കേട്ടോ. ഗൈസ്, ഓൺ ദ വേ I will show you one of the beautiful view from Nagaland. Woo! നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് മൗണ്ടെയിൻ പോലെ ചെറിയ കുന്നും പ്രദേശങ്ങളാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളായിരിക്കും. ഇവർ ഇവിടെ വരും, ഇതൊക്കെ വെട്ടി നശിപ്പിച്ച് ആദ്യം തീയിടും. തീ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ സോയിലും ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ തീ ഇടുന്നത്. അതിനുശേഷം ഇവരിവിടെ കൾട്ടിവേഷൻ തുടങ്ങും. അത് ആദ്യത്തെ 6 മാസം ഒരു തരത്തിലുള്ള കൾട്ടിവേഷൻ ആയിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് തക്കാളിയാന്ന് വിചാരിക്കും, അടുത്ത 6 മാസം പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഒരു കൃഷി ആയിരിക്കും. അപ്പം ഭയങ്കര രസമായി. ഇനി ടെറസ് കൾട്ടിവേഷൻ എന്നാണ് പറയുക. ഇത് കാലാകാലം ഇവിടെ ചെയ്യില്ല. ഇവരിവിടെ ചെയ്ത് പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സ്ഥലം കണ്ടുപിടിക്കും, അവിടെ ചെയ്യും. പിന്നെ ഇവിടെ തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൃഷി രീതി കേട്ടോ. ടെറസ് കൾട്ടിവേഷൻ്റെ കൃഷി രീതി അങ്ങനെയാണ്. ഇതിനെ അവർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് കൂടി വിളിക്കും കേട്ടോ. मेरे को थोड़ा फूड चाहिए. Pork है? Beef, chicken? Only pork. Okay. Thank you guys. Enjoy. Guys, pork ആയി പോയി. വല്ല ചിക്കനോ ബീഫോ ആയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. അവരെ പിക്നിക്ക് എൻജോയ് ചെയ്യാണ്. പോണ വഴിക്ക് കൗതുകങ്ങൾ കൂടി വരികയാണ് നമ്മൾ ഈ വില്ലേജിലോട്ട് പോകുമ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു സംഗതി ഞാൻ ഇവിടെ കണ്ട്. യൂറോപ്പിലൊക്കെ നമ്മളെ കേരളത്തിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ട കേരളത്തിലുണ്ട് എന്നൊന്നും. അതായത് എന്താണ് പാൻറ്റോൺ ബസാർ Lunggidang. Yes. Okay. So Malik. So actually there is no owner, right? There is no owner here. So this is Brother explain. This is a self-paying shop. Okay. There is no shopkeeper. Anyone can come. The price are written here. Okay. 200 you rupees. The money here, or you can scan your code here, and then you can take whatever you want. Okay. That's how it works. So guys, I just translate in Malayalam. അതായത് ഈ കാണുന്ന എൻ്റെ ഈ പുറകെ കാണുന്ന ഷോപ്പിന് ഓണർ ഉണ്ട്, പക്ഷേ ആ ഓണർ ഇവിടെ ഇരിക്കൂല. നിങ്ങൾക്ക് ഇവിടെ വരാം. ഇപ്പം ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. പൈസ ഒന്നെങ്കിൽ ഇതിലിടുക, ഇല്ലെങ്കിൽ QR കോഡ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എന്തൊക്കെ പ്രൊഡക്ട്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കൊട്ട,
സിമ്പിൾ കൊട്ടകളാണ്. For this is for ഫോർ വാട്ട്? keeping fish. ഓ ദാറ്റ് ഡ്രൈ ഫിഷ്. Not dry fish. When you go to the river, you will need something to put the fish. Okay. So this basket is for that. ഓക്കെ ആൻഡ് ദിസ് വൺ? Which one? This is for cutting meat. You press the meat here. Chop. Yes, it's very good, nice actually. You want to buy? Yeah, actually we'll buy something, right? Yeah. So what we gonna buy? Actually I don't want anything. We just pay 200 rupees and go. No, the thing is, if you are paying, you have to take it. Because that is called honesty. Okay. Because if you start doing this, everybody will come and pay. Okay. So in order to keep the culture, no, you just have to pay So and take it. what we gonna do? This one or this This one? one you can carry money when you are in Kerala also. No problem. So guys, നമ്മൾ ഈ കൊട്ട എടുക്കണം. എനിക്കിത് വേണമെന്നുണ്ട്, പക്ഷെ നമ്മളിത് എങ്ങനെ കേരളത്തിൽ എത്തിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് കേരളത്തിൽ എത്തിക്കാൻ എനിക്കൊരു ഓപ്ഷൻ ഇല്ല, വെയിറ്റ് വളരെ കൂടുതലാണ്. സോ ജസ്റ്റ് ടേക്ക് ദി റെഡ് കളർ. That color. Okay. നോ ദാറ്റ് ഇസ് ഗുഡ്. Good. അപ്പം ആ ഷോപ്പ് ഓണർക്ക് നമ്മളിതാ ഗൂഗിൾ പേയിൽ, ഫോൺ പേയിൽ, ഇവിടെയൊക്കെ റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 200 രൂപ നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. പാസ്വേഡ് കാണാൻ പറ്റില്ല. സോ നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ? ഇത് നമ്മളെടുത്ത് അക്കീറാണ് ഇന്നത്തെ ഓണർ. This kind of culture we need in Kerala, guys. Normally we see in Europe countries. ഞാൻ യൂറോപ്പ് പോയിട്ടില്ല, പിന്നെ നിനക്ക് എങ്ങനെയാണെന്ന് അറിയാമെന്നല്ലേ, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലത്തെ കൾച്ചർ. We are reaching ലോങ്പിനാങ് വില്ലേജ്. നമ്മൾ ഫൈനലി ലോങ്പിനാങ് എന്ന് പറയുന്ന ഈ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പുറകിൽ കാണുന്നതാണ് അക്കീറിൻ്റെ വല്യച്ഛൻ്റെ വീട്. അതായത് അവൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്, അത് അവൻ്റെ അമ്മേൻ്റെ സൈഡിലുള്ള കേട്ടോ. അതായത് അമ്മേൻ്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഈ വില്ലേജിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ, നമുക്ക് തീരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരായിട്ട് തോന്നും. അതായത് ഇവിടുത്തെ ചെറിയ കുട്ടികളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികളാണെന്നുള്ള, നോക്കുമ്പോൾ 9ലും 10ലൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു കുറച്ച് സമൂഹം, എന്താ പറയുന്ന, അങ്ങനെ ജന്മന അങ്ങനെ ജീവിച്ച് വളരുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരും ഇവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര നൈസാണ്. അതിലൊരാളാണ് പുള്ളി മുന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഞാൻ ഈ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. സലാം കാ സാർ, കിനകാസേ. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. ഇവർ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം കണ്ടില്ലേ, ഇതൊക്കെ പബ്ലിക്കായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് വെള്ളം എടുക്കാം. പിന്നെ ഇവിടെ ഒരു സാധനം കാണിച്ചു തരാം. സലാം കാ, കിനകാസേ. അപ്പം ഞാൻ പറയില്ലേ, ഇവിടെ പണ്ട് നല്ലോണം ഹെഡ് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മൃഗങ്ങളെ ഹണ്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഏതിൻ്റെ തലകളാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് അക്കീർ, ദിസ് ബഫലോ റൈറ്റ്? Not buffalo. Wild boar. And this is a wild boar. Deer. So this is a trophy from the past. Yeah. Past, okay. This, like, if you. Why you guys keeping like this? Why? This is like showing your power. Recognition. Like, this is one of the most skillful hunter. Okay, in this house. Yeah. People want to see. Yes. Okay. So guys, അതായത് ഈ പുറത്തു കൂടെയോ ഈ വില്ലേജിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അതായത് ആ ചങ്ങായി പോയിട്ട് ഹണ്ട് ചെയ്ത് പിടിച്ച മൃഗങ്ങളെ തല ഇങ്ങനെ ഇവിടെ കീപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണവർക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ളത്. അങ്ങനെയാണ് ഇവരൊരു ശക്തിയൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. അപ്പം പുള്ളിക്കാരൻ യുവർ ഹൗസ്. My house. ഞാൻ Itu tu ami milaka korase. Itu tu pishe se ole pi ami kor bonatamte pelaishe. ഓക്കെ. Seems like they have loads, but during the during construction of this new house, he threw most of them away, most of the heads away. Actually there's more. Yeah. Okay. How can I ask your name? Na bam nyalo. Ana ka ai na ki
기초저스가 김서 등조 3대에서죠. 엘리 소환만 당 네. 엘리 소환만 당능. 엘레 소환만 등가 소환만 저러 하도. So he killed all this. He's the hunter. How many animal did he kill? Ikam ramuto nya to shikar so kudarma shikar 아유, 100? 46. 46. Like by arrow or gun? Gun. Gun. Full gun. 음. Okay. But No. this is all in the past. Okay. Yeah, I know. Now this village they are preserving it. Okay. Like we cannot control just like all the hippies just by once. Okay. That is why we are adopting seasonal hunting. Okay. So 그냥 오사가. now he's retired. Retired. Okay. 있어요. But he see headhunters before in his life? 근데 는 그렇죠. 고리 그냥 가는. 어. 대락 가는. 대략 수천의 진주를 내연 대략. No. No. Before him, right? Before him. Okay. അത് ഹെഡ് ഹണ്ടേഴ്സിനൊന്നും പുള്ളി കണ്ടിട്ടില്ല. പുള്ളിന്റെ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. He's 73 years old. So 73 years. Head hunting is 100 years before, maybe. yeah, it's long time back. Long time back. Okay. How can I ask his name in Nagamese? 앞니라가. Apnilaga? 인자한테. Inchan. He understands. 인자한테. English? Yeah. Oh, okay. Sorry guys. So he understand English better than me. അത് പുള്ളിൻ്റെ വീടാണ് കേട്ടത്. ഇസ്കാ ഘർ ഹൈ. നൈസ് ബ്യൂട്ടിഫുൾ ഹൗസ്. പുള്ളി ഇവിടെ ഒറ്റക്കാണോ? ഓ ഐ എം സ്പീക്കിംഗ് മലയാളം ടു. ഈ സ്റ്റേയിങ് അലോൺ ഹിയർ? I'm Havanesla. 그래서 His wife is here. Okay. But it's now in the church. Okay, I have one more doubt. Please come. 또는 들어간 법이다. Why you We want to keeping? give you something. Okay, thank you so much. Why you keeping this tree? No. Sorry, man. Stone. This stone is like Cultural or? this before when you are rich, Mm. this will mark your this will be Trademark, like. in India trademark. Okay. So With the this stone is not from here. You Okay. have to buy from some place. not buy. You have to go to the river or maybe a very far place. Okay. So in order to take this stone, you will gather a large group of men. So you have to pay for them. No, you don't have to pay. That time, money was not. There is no need of money. Wow. Give. Thank you so much. I like it. ये क्या है? 연도 있지라. 이쪽 지요. 지요. Salam. If I give him a gift, is okay? Yeah. I don't know. It's okay. Someone. So, hi. Welcome. Thank you. Small gift. No, it's okay. Small gift. Nah, it's okay. No, small gift. You gift me, I gift you, like that. Not give. Tell him to pray for you. Yeah, just pray for me. Okay, thank you. So, the big stone, when you have a big stone, he is very rich. Yes. The bigger the stone, Oh, the more rich the person is. okay. പണ്ടത്തെ ഓരോ സ്റ്റോറികളെ നമുക്ക് വിശ്വസിക്കാനൊക്കെ പറ്റാത്ത പലതരത്തിലുള്ള സ്റ്റോറീസാണ്. അതായത് ഈ കല്ല് എത്രത്തോളം വലുതാണോ ആ വീട്ടുകാർ അത്രയും റിച്ചാണ്. പണ്ട് ഇതിലൊക്കെ പോകുമ്പം നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വീടൊക്കെ വലിയ വീട് നോക്കിയിട്ടാണ് റിച്ചാണോ അല്ലയെന്ന് മനസ്സിലാക്കുക. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോണിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് മനസ്സിലാക്കുക ആ വീട്ടുകാർ റിച്ചാണോ അല്ലയെന്ന്. ദ വ്യൂ ഫ്രം ദ ക്യാമറ ഈസ് നൈസ് മാൻ. The bigger the stone, the more richer the person is. Yes. So you cannot just carry this stone from a very far place. Okay. You need a lot of manpower. So they will cut a mitun. Said animal. It's Okay. very costly, you know. So they will let them eat that, and they will drink some rice beer maybe. I don't know, drink culture. Even me, I was not there, so I just heard the stories. So this is like to mark their richness. Okay. How long before he took this? 중국을 한 시야 정도 해야 또 되지. How long before he take this? 한정 은준이 저도 그랬어 나는. 형저 어떻게 자고? Maybe more than 200 years. 얘는 200 years. He doesn't even know Okay. when the exact time is. സോ ഉണ്ടോ ഇത് റിച്ച്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട്
കല്ലുകൾ, ഒരുപാട് കല്ലുകളുണ്ട് കേട്ടോ. ഇപ്പം ക്രിസ്ത്യാനിറ്റിയൊക്കെ വന്ന് ഇവരെല്ലാവരും മാറിപ്പോയി. കൾച്ചറെല്ലാം വളരെ പുതിയ പുതിയ കൾച്ചറായി. സോ ഇനി നമുക്ക് അക്കീറിൻ്റെ തറവാട് വീടൊക്കെ കാണാം. പിന്നെ ഇത് ഞാൻ പുള്ളിക്ക് തിരിച്ചു കൊടുക്കും കേട്ടോ. ഇത് നമുക്ക് പിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതായത് നമ്മളിനി ഞാൻ തിരിച്ച് ഫ്ലൈറ്റിലൊക്കെയാണ് പോണത്. അപ്പം ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം പുള്ളിക്ക് അതൊന്നും അറിയില്ലല്ലോ ഇവിടെ നമ്മളെ നാട്ടിലത്തെ സാഹചര്യമൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ ഞാനത് പുള്ളിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. അതായത് ഓൻ പറഞ്ഞ് ഇപ്പം തന്നെ കൊടുക്കണ്ട, അയാൾക്ക് എന്തെങ്കിലും മോശം വിചാരിച്ചാലോ ഞാൻ ആ പൈസ തിരിച്ചു വയ്ക്കാനാണെങ്കിലോ എന്നൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ കൊണ്ടു കൊടുക്കാൻ കേട്ടോ. മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടാട്ടോ. ഫുള്ള് മുള കൊണ്ട് ഉണ്ടാക്കിയ വീട്. അതായത് ഇതാണ് അവൻ്റെ തറവാട് വീടെങ്കിലും നമ്മൾ വന്നിരിക്കുന്ന കിച്ചൺ. അതായത് ഇവരെ കിച്ചൺ എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും. ദിസ് ഈസ് അവർ കിച്ചൺ. വി വിൽ മേക്ക് ഫുഡ് ഫ്രം ഹിയർ ടുഡേ. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ചിക്കൻ അവരെങ്ങനെ ഉണ്ടാക്കി നോക്ക്. ആദ്യം പൊള്ളിക്കുക. You make like in your home like this only? Yeah. Oh, okay. This is for burning the skin. Skin. Oh, but in Kerala we don't use the skin, right? That is when we are more strong. കേരളത്തില് നമ്മള് സ്കിന്ന് യൂസ് ചെയ്യില്ല. അത് നമ്മൾ ഓൾറെഡി ഇത് ആ സ്കിന്ന് മൊത്തം കരിയിച്ചല്ലേ കേട്ടോ അവര്. ഹലോ സാർ, how are you? Balase. Okay. കാരണം ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവും. അടിപൊളി. ഇനി എന്തൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. This kitchen was used by my grandfather, my grandparents. Okay. Now they are no more here. How long before? Like 50 years? Yes. 50 years before. Not 50 years exactly, but this was a little bit renovated. Okay. But this is Maybe 20 years. Yeah, this is like no more than. Okay. So this is my grandparents, my mom, their siblings, they all യൂസ് ദിസ് വൺ. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. സോ ഗൈസ്, ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള കിച്ചൺ എന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ടോ, ഇതാണ് അവരെ പഴയ കിച്ചൺ. അതായത് ഇവൻ്റെ ഗ്രാൻഡ് ഫാദർ മദറൊക്കെ ജീവിച്ച് വളർന്ന ആ സമയത്തുള്ള കിച്ചൺ. ഓ മാൻ. So this is very old. See, you see in the kitchen, the fireplace is somewhere here. Yeah. But here it's in the middle. മിഡിൽ റൈറ്റ്. പണ്ട് When there was no blanket also, maybe they sleep near സ്ലീപ്പ് the ഹിയർ. fireplace. ഓക്കെ. അത് പണ്ട് നടുവിലായിരുന്നു കിച്ചൺ ഉണ്ടാവുക. അതായത് അടുപ്പ്. പിന്നെ ഇവിടെ തന്നെ കിടന്ന കുറങ്ങും. ഫുള്ള് മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. ഓ, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്താന്ന് മനസ്സിലായ? This is for റൈസ്. yes, storing cans. Maybe some they use for keeping the clothes also. അതായത് ഡ്രസ്സ്, അതുപോലെ അരി, പിന്നെ ധാന്യങ്ങളൊക്കെ പിന്നെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തതാണ്. ഇപ്പം പാത്രങ്ങൾ വന്ന്, കുപ്പി, എന്തൊക്കെ ഐറ്റംസ് വന്ന് ഇപ്പം ഒക്കെ അതിലൊക്കെയാണ്. ഇതൊക്കെ നാഗാലാൻഡിൽ വന്നാൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം. See this bed is carved out in a single log. See, this is single with one big tree. See. ഗൈസ്, ഈ ഒരു കാണുന്ന കട്ടില് ഒറ്റ മര. ഇത് എവിടെ ഇതിന് ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ മരത്തിൽ ഉണ്ടാക്കിയത്. കൾച്ചർ ഡിഫറൻസ് ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഡിഫറെൻറ്റ് ഗൈസ്, സോ ഡിഫറെൻറ്റ് ആൻഡ് സോ യുണീക്ക്. ഓ, പണ്ട് ഈ അരിയൊക്കെ പൊടിക്കാനൊക്കെ For pounding. ഓക്കെ. 1, 2 ഇതൊന്നും ഇപ്പൊ കാണാല്ല. ദിസ് ഈസ് വുഡ് ഓർ വുഡ്. ഓക്കെ. Now even get this kind of woods. Now even hey, Salama. സലാം ഖാൻ. He's the strongest man in the village. Really? Let me. Yes. He's the strongest. Yes, he's very strong. എൻ്റെ എല്ല് പോ പൊട്ടിപ്പോയേനെ. He's old but very strong. Ese la pise to. En la casa. Oye, Tony Sokada, el. Otra toca. Come on, no, no, no.
ഞാൻ ഈ വില്ലേജിൽ വന്ന മെയിൻ കാര്യം, ലോങ്തിങ് വില്ലേജിൽ വന്ന മെയിൻ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഹെഡ് ഹണ്ടിങ് വില്ലേജ് എന്ന് പറയുന്നത് നാഗാലാൻഡിലുള്ള ഒരുവിധ എല്ലാ വില്ലേജും പണ്ട് കാലത്ത് ഹെഡ് ഹണ്ടിങ് വില്ലേജസ് ആയിരുന്നു. ഒരു 100 കൊല്ലങ്ങൾക്ക് മുന്നേ കൂട്ടാം നമുക്ക്. അതായത് ബിഫോർ ക്രിസ്ത്യാനിറ്റി, ആഫ്റ്റർ ക്രിസ്ത്യാനിറ്റി, 2 കാലഘട്ടം ഉണ്ടായിരുന്നു നാഗാലാൻഡിൽ. ഇപ്പോൾ ആഫ്റ്റർ ക്രിസ്ത്യാനിറ്റിയാണ്. അത് ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം. അതായത് പണ്ടത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശക്തി കാണിക്കുക, ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കൊല്ലുക, മൃഗത്തിനൊക്കെ കൊല്ലുക, അങ്ങനെയാണ് ഇവിടുത്തെ ശക്തി കാണിക്കുക. നാഗാലാൻഡിൽ മൊത്തം 17 ട്രൈബ്സ് ഉണ്ട്. അതായത് ഓരോ ട്രൈബ്സും ഓരോ വില്ലേജ്, ഓരോ ഏരിയയിലായിരിക്കും താമസം. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റാക്ക് ചെയ്യും. അന്ന് ഈ റിലീജിയനും ഒന്നുമില്ല ഇവർക്ക്. അന്ന് ട്രൈബാണ് ഇവർക്ക് ഏറ്റവും വലുത്. അപ്പം ചിലപ്പം ഈ ട്രൈബിലത്തെ ഒരു ആൾക്ക് മറ്റേ ട്രൈബിലത്തെ ഒരാളായിട്ട് ദേഷ്യം ഉണ്ടാവും. ചിലപ്പോൾ ഈ ട്രൈബിലത്തെ ഒരു ഗ്രൂപ്പിന് മറ്റേ ട്രൈബത്തെ ഗ്രൂപ്പായിട്ട് ദേഷ്യം ഉണ്ടാവും. ചിലപ്പോൾ ഈ വില്ലേജിന് തന്നെ മറ്റേ വില്ലേജിലത്തെ ഗ്രൂപ്പിനായിട്ട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ഇവർ ഇവിടുന്ന് പോകും. ചിലപ്പോൾ ഒറ്റ ആളായിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് പോകും. ഞാൻ പറയില്ലേ, അവരെ ആ ദേഷ്യം എത്രത്തോളം ഉണ്ടാവും നോക്കുക. അപ്പോൾ വില്ലേജിലത്തെ എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ കുറേ തലയായിട്ട് വരും. അത് ഇവർ നോക്കുകയാണെങ്കിൽ ഇവരൊന്നും ഇങ്ങോട്ട് വരില്ല. ഇവരെ തല ആ വില്ലേജിൽ കിടക്കും. അപ്പോൾ ഒരാൾ പോയിട്ട് ഒരാളെ വെട്ടിയിട്ട് വരികയാണെങ്കിൽ അയാളെ തല എന്താക്കും, തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഒരു കാണുന്ന ഈ ഒരു മരത്തിൽ ഇവരെന്താക്കും, തൂക്കിയിടും. എന്നിട്ട് ആ ആൾ അത്രയും പവർഫുള്ളായിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ആൾ പച്ചയൊക്കെ കുത്തുമായിരുന്നു ഇവിടെ നെഞ്ചത്തും കാര്യത്തിൽ. ഞാൻ 4 കൊല്ലം മുന്നേക്ക് ഇവിടെ വന്നപ്പം അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. ഇപ്പം അതിൻ്റെ റിമെയിനായിട്ട് കാണാനുള്ളത് ഈ ഒരു മരം മാത്രമാണ്. അതായത് ഓൻ്റെ വലിയച്ഛൻ്റെ വീട് തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു മരത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനത്തെ ഒരു കാര്യമില്ല, എല്ലാം പോയി. ഇപ്പം പീസ്ഫുള്ളായിട്ട് ക്രിസ്ത്യൻസായിട്ട് എല്ലാവരും ജീവിക്കുന്നു. അപ്പം എല്ലാം പീസ്ഫുള്ളായിട്ട് നടക്കുന്നു. പണ്ടത്തെ സ്റ്റോറീസൊക്കെ നമുക്ക് വിശ്വസിക്കാനും അതിനൊന്നും പറ്റാത്ത തരത്തിലുള്ള സ്റ്റോറീസാണ്. 100 കൊല്ലങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പോഴും ഹെഡ് ഹണ്ടറായിട്ട് ജീവിക്കുന്ന ട്രൈബ്സ്, അതായത് മരിക്കാതെ ജീവിക്കുന്ന ആൾ ഇപ്പോഴും കൊണിയാക്ക് ട്രൈബ്സിലുണ്ട് കേട്ടോ. ലോങ്വാ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും നാഗാലാൻഡിൽ പണ്ട് മനുഷ്യനെ കൊന്ന ആ ആൾ, അതായത് കൊണിയാക്ക് ട്രൈബാണ് ഏറ്റവും ലാസ്റ്റ് അത് നിർത്തിയത്. ഈ ഹെഡ് ഹണ്ടിങ് എന്നുള്ള സ്വഭാവം നിർത്തിയത്, ആ ഒരു കൾച്ചർ നിർത്തിയത് ഏറ്റവും ലാസ്റ്റ് കൊണിയാക്ക് ട്രൈബാണ്. അപ്പോൾ കൊണിയാക്ക് ട്രൈബിൽ ഇപ്പോഴും ഹെഡ് ഹണ്ടറിൻ്റെ കിങ് ലോങ്വാ എന്ന് പറഞ്ഞ വില്ലേജിലുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ, പുള്ളിക്ക് വയസ്സായി തുടങ്ങിയിട്ടുണ്ട്, ഇനി ആ ഒരു എറ ഇങ്ങ് കാണാൻ വേണ്ടി കിട്ടൂല. അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ നാഗാലാൻഡിൽ വരിക, ലോങ് വേയിൽ പോവുക, ഹെഡ് ഹണ്ടേഴ്സിനൊക്കെ ഒന്ന് കാണും. പുള്ളി എന്നോട് കൂടെ ചെല്ലാൻ എന്തോ കാണിച്ചതാന്ന് പറയുന്നുണ്ട്. എന്താ നോക്കട്ടെ. സോ ഗൈസ്, പണ്ട് മിഥുന് അതുപോലത്തെ കുറേ സാധനങ്ങളെ ഇവർ ഹണ്ട് ചെയ്ത് പിടിച്ചതിൻ്റെ റിമെയിൻസ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഒരുപാട് കാണാം. എന്താ ഇവിടെ ഉണ്ട്. He's the chairman of this village. ഹായ് സലാം കാ. 저 야sin 거 야sin. Anh ấy tiếp là nhìn ngạc. He's saying he have seen us in the videos. Then I am Pangadan. And he is feeling very proud after watching us. Thank you so much. Lu mà xong quá căng tàn như vậy. monso. Mà em mà thà cam. Mua lâu lần đầu tốt vừa bom bol mua mẹ thế phàn như nào. Rồi lại nhà nào có mà khát rồi. No. Lu muốn nó tốt đại dạng có mẹ mà. Saying he is very proud of us. Yeah. Thank you. hello, 또 원타수다가 Mẹ. 천연 따다 타마지 옌 똑바로 치주고 하마. Ni mua chả mà cho. 천만가. Có mà chia có mà đã chẳng khát à. Itu cái này là tôi ăn đã rồi. 아메라 또 So guys,
ഇവിടെ എല്ലാ വില്ലേജിലും ഒരു ചെയർമാനൊക്കെ ഉണ്ടാവും. വാട്ട് യു മീൻ ബൈ ചെയർമാൻ? Chairman is like പഞ്ചായത്ത് ഗവൺമെന്റ്? yes. Government? Yes. Okay. He is like the മെമ്പർ? no. In this village, you have lots of power. The chairman have lots of power. ഓക്കെ ലൈക്ക് വോട്ടിംഗ്? Yes. Voting fair election. So he is the people's choice. പീപ്പിൾ ചോയ്സ്. ഓക്കെ സോ പുള്ളിയാണ് ഇവിടുത്തെ ചെയർമാൻ, ദിസ് വില്ലേജ് കാ ചെയർമാൻ. ഞാൻ വില്ലേജ് ഒന്ന് കറങ്ങി അടിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആകെ ഒരു 10-60 കുടുംബങ്ങളെ താമസിക്കുന്നുള്ളൂ. പുള്ളിയുണ്ട് എൻ്റെ കൂടെ, പിന്നെ കസിനുണ്ട് അക്കീറിൻ്റെ. സലാം കാ. ഇതൊക്കെ ഉണ്ടോ? സലാം. നോ സലാം കാ. സലാം. അപ്പം ഇവിടുത്തെ വീട് കണ്ടേ, മൊത്തം മുള കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. നൈസ്. ഇതൊക്കെ നോക്കി, ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മളെ നാട്ടിൽ എന്നൂര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബിൽഡ് ചെയ്തുണ്ടാക്കുകയാണ്. അത് പൈസ കൊടുത്തിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോന്നു. ആ സാധനം ഇവിടെ ഫ്രീ ആയിട്ട് കാണാം. ഇപ്പോഴും അതിൻ്റെ ഒതൻറ്റിക് വെർഷൻ, ഒറിജിനൽ വെർഷൻ നിങ്ങൾക്ക് നാഗാലാൻഡിൽ കാണാം. നമ്മൾ കേരളത്തിൽ ഇപ്പം പൈസ കൊടുത്ത്, അതായത് നമ്മളെ പഴയ തനിമ ഉണ്ടാക്കിയിട്ട് അത് പൈസ കൊടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നാഗാലാൻഡിലൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഇപ്പോഴും ആ പണ്ടത്തെ കൾച്ചർ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ മൊത്തം ഇങ്ങ് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം. മാക്സിമം ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളി. അതുപോലെ നിങ്ങൾ കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു ചെടിയാണിത്, ചെമ്പരത്തി. ഇനി കുറച്ച് കാലം വന്ന് കഴിഞ്ഞാൽ അത് കേരളത്തിലൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ എൻ്റെ പുരേന്ന് ഞാൻ മദ്രസക്കൊക്കെ നടക്കുമ്പം ഇതിൻ്റെ കെട്ടണക്കിനേനു. ഇപ്പം ഒരു ചെടി പോലും കാണാനില്ല. അപ്പം എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് പേരക്ക. കുറച്ച് കാലം കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ കുറേ ബിൽഡിങ് മാത്രം ഉണ്ടാവും. വയനാടൊക്കെ ഞാൻ പറയണ്ട, വയനാട്ടിലൊക്കെ പണ്ട് നമ്മളുണ്ടല്ലോ ഒരു ഫാന് ഒരു എ സി ഇല്ലാണ്ട് കിടന്നുകൊണ്ടിരുന്ന. ഇപ്പോൾ വയനാട്ടിൽ ഫാന് വേണം, എ സി വേണം, എല്ലാം വേണം. മഴക്കാലമായെങ്കിലും പോലും ഫാന് വേണം, ചൂടുകാലമായ എ സി വേണം വയനാട്ടിൽ. ആ അവസ്ഥയൊക്കെ മാറിയിരിക്കണ്. ഇതൊക്കെ നോക്കിയേ, ഇങ്ങനത്തെ വീട് എവിടെ കിട്ടും കാണാൻ? കിട്ടൂല ഗൈസ്. അപ്പം ഈ ഒരു സമയത്ത് ഇതൊക്കെ വന്ന് കണ്ടോളി. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ അടിപൊളി കേട്ടോ. സോ നൈസ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ കാണുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കോഴിക്കൂടുകളാണെന്ന്. ഇതൊന്നും കോഴിക്കൂടുകളല്ല. അതായത് പണ്ട് കാലത്ത് നെല്ലില്ലേ, നെല്ല് അരി ആക്കാനായിട്ട് മുന്നേ നെല്ല് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യും. ഇത് ഓരോ ഫാമിലിൻ്റെ ആയിരിക്കും. ഇപ്പം ഇതിപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെത്, ഇതിൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ കുടുംബം, ഇതിൻ്റെ പെങ്ങളെ കുടുംബം, നമ്മൾ കല്യാണം കഴിച്ചതാണെങ്കിൽ കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെതും. ഇത് എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് ഇവിടെ വെക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു റീസൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു മില്ല്. ഇത്ര എടുത്തായ കൊണ്ടാണെന്ന് പറഞ്ഞ്. കാരണം എല്ലാവർക്കും അവനവൻ്റെ വീടില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാൽ പോരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഓർക്കും വല്ലാത്തൊരു റീസൺ ഇല്ല. ഒരു പറഞ്ഞാൽ ഇങ്ങനെ ഒരു റീസൺ കൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത് എന്നുള്ളത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. നൈസ് ഒരു കോഴിക്കോട് മാതിരിയാണ്. പക്ഷേ ഇപ്പം ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊക്കെ കാലം മാറി, എല്ലാം മാറി. ഇപ്പം എല്ലാവരും അരിയൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ തുടങ്ങി. എന്തായാലും നൈസാണ് പണ്ടത്തെ ആ ഒരു കൾച്ചറൊക്കെ കാണാൻ. इसका नाम क्या है? കോയിച്ചി. ഗൈസ്, ഈ മരത്തിൽ കാണുന്ന ഒരു കായ് ഇവരെല്ലാതും എടുത്ത് കഴിക്കുന്നുണ്ട്. കിന്തോത്തി. It's like fig tree. പക്ഷേ എനിക്ക് പേടിയാണ്. കമ്പുജു ആജ് മർ ഗയ. It is eatable. Then Yasin also mar gaya. Yeah, man. Your eyesight will improve. അറിയില്ലേ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഞാൻ കഴിച്ചിക്കാണ്. अच्छा. പുളി. ഓഫ് ഫിഗ് അതിനെ പറയാം. സോ ഗൈസ്, ഇതാണ് അക്കീറിൻ്റെയും വല്യച്ഛൻ്റെയും വല്യമ്മേൻ്റെ ഒക്കെ അന്നത്തെ
നെല്ലൊക്കെ ശേഖരിക്കുന്ന ആ ഒരു ശേഖരണ കേന്ദ്രം അല്ലെങ്കിൽ വീട്. രസമുണ്ടല്ലേ? അത് കണ്ടുപിടിക്കാനായിരുന്നു ഇത്രയും ദൂരം നടന്നുകൊണ്ടിരുന്നത്. ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തന്നെ നടക്കുകയാണ് ഗൈസ്. എന്നെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ടൈം കിട്ടുകയാണെങ്കിൽ പ്ലീസ് കം ആൻഡ് വിസിറ്റ് നാഗാലാൻഡ്. കാരണം കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാണ്ടാവും. പിന്നെ നിങ്ങൾക്കൊന്നും കാണാൻ കിട്ടില്ല. നമ്മളെ കേരളം പോലെ എല്ലാം മോഡേണായിട്ട് മാറും. അപ്പം ആ ഒരു തനിമയും ഇവർ സത്യസന്ധതയും എല്ലാം മിസ്സാവും ഗൈസ്. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങളിതൊക്കെ വന്ന് കാണുക. ഇതെന്താ ബസ് സ്റ്റാൻഡാണ്. ചുമ്മാ ഇരിക്കാനായിട്ട് ഒരു സ്ഥലം തോന്നുന്നത്. സലാം കാ. Who is this? Salam ka. Salam. की खाएगी ने मन चल लगे दे Salam ka. Arunachal Jakarta. No, Arunachal, Kerala. Kerala. Ah. Kerala. is Mr. Chambemo Chimamo. Chambemo ഇവിടെ കുറേ ആൾക്കാരിക്കുണ്ട്. സലാം കാ. Salam. കിനകാ സേ? Phala se. Okay. Your name? Hademo Hunguli. Ademo Mongoli. talk with everybody. Yes, I am talking to everybody. They will come in my vlog. Salam ka. Okay, thank you. Salam ka. Salam. Kinaka se? Phala se. Your name? Skambemo. Salam ka. Name? Senjamo. Senjamo. Hi sir. Salam ka. Hi. എൻ്റെ പേര് ഇവരാരും ചോദിച്ചില്ല ഗൈസ്. അതർവൈസ് ഞാൻ പറഞ്ഞതേ പങ്കജൻ എന്നുള്ളത് ചോദിച്ചില്ല. pangdi ya museum എന്തൊരു ക്വയറ്റായിട്ട് സ്ഥലം. അവിടെ ഇരിക്കാനൊരു സ്ഥലം. ഇരുന്നു ആസ്വദിക്കുന്നു. see I tell you see no phone, they're just enjoying their life. Yes. See, without the technology life they're just coming out so that is why storytelling is very important. See, they are now sharing stories like in the past, so this is how we people can preserve the culture, like through storytelling. So this now they will go and share it to the child, the brothers, so it will pass down from generation to generation. We have seen you in YouTube. You are very famous even here also. See, Salute. Gratitude salute. I like you. Thank you. I like in. Too. he is telling us we were in Timor City. Yes. He saw the last vlog. He has seen you. Yes. YouTube. Yeah. Thank you. Now you can see your video in my YouTube channel. Yes. Your I like. Your name. Sivendeng. Okay. Lota. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മളിവിടെ വന്നത് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. ദിസ് ഈസ് ചിക്കൻ കറി, ചാമന്തി ആൻഡ് റൈസ്. So who make this? Your Kerala boy make this food. Today they will eat Kerala food with bamboo shoot. Actually, who make this? That guy make. This is the cook Yes. Chef. And these are my friends Yes. from Elunginang, Mr. Chambemo. Chambambo. He's one of the skillful hunter. Okay. Yes. Ajini Konjamo. And skillful in Driving. Driving. Very expert driving. Okay. So guys, ഈ ഫുഡ് കൂടി കാണിച്ചാലേ എനിക്കിത് തൃപ്തി വരുള്ളൂ. കാരണം ഇവർ നമുക്ക് വേണ്ടിയിട്ട്. Okay. Thank you. Let's show fastly. This is Nagaland rice and Nagaland curry. Yes. Smell, the rice smell is different, right? Bamboo shoot. Not bamboo shoot rice. The rice. No. Curry में Curry, yes, bamboo shoot. chicken. Who make this? This one. Who made that curry? Both of you. Who? Jamandi, who make the Chutney. Martian. All. Board. 10 out of 10. 10 above 10. Yes. Hey. Very good guys. Really? Food 100 out of 10. So guys, എല്ലാം കഴിഞ്ഞു. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്.
ഇന്നത്തെ വീഡിയോ പൊള്ളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. വില്ലേജ് ഒക്കെ കണ്ടിട്ട് ഹെഡ് ആൻഡർ വില്ലേജ് ഒക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള കിക്കാണ് ഇട്ടത്. കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ട് നോക്ക്. സോ കെയർ, we are saying goodbye today. Kinikazi bye. Kinikazi. Balaji. Kinikazi. Swagatam. Swagatam.